നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ, പാച്ച് ടൂൾ, കണ്ടന്റ് അവെയർ മൂവ് ടൂൾ, റെഡ് ഐ ടൂൾ. ഈ 5 ടൂൾസാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ടൂളായിട്ടുള്ള സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ജെ ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഈ ടൂളുകളെല്ലാം ജെ ആണ് ഷോർട്ട് കട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പിക്ചർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൂൾ വെച്ചിട്ട് നമുക്ക് നമ്മളെ ഫേസിൽ വരുന്ന ഈ പാടുകൾ, അതുപോലെ തന്നെ മുഖക്കുരു, ഇങ്ങനത്തെ കുറേ സ്കാർസ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ഈ ടൂൾ വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മാത്രമല്ല അതിൻ്റെ ഉപയോഗം, പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ടൂൾ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ പിക്ചറിനെ ഞാൻ സൂം ചെയ്യണം. അതിന് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+. ഞാൻ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇമേജിനെ നീക്കി വെക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ബാർ ഹോൾഡ് ചെയ്യണം. അപ്പോൾ ഒരു ഹാൻഡിൻ്റെ സിമ്പിൾ വരും. ശേഷം നീക്കി വെക്കാം. എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം സൂം ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. എന്നാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഷോർട്ട് കട്ടുകൾ എപ്പോഴും ഓർത്ത് വെക്കുക. സൂം ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+, അതുപോലെ സൂം ഔട്ട് ചെയ്യാൻ Ctrl-. പിന്നെ നമുക്ക് ഇമേജിനെ നീക്കി വെക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ബാർ ഹോൾഡ് ചെയ്യാം. ഇനി ബ്രഷിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഹാർഡ്നെസ്, സ്പേസിങ്, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി സൈസ് മാത്രമാണ് നമുക്ക് മാറണമെങ്കിൽ ഓപ്പൺ ബ്രാക്കറ്റും, കീബോർഡിൽ ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും യൂസ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ മാക്സിമം ഇമേജിന് സൂം ചെയ്യാം. സൂം ചെയ്തിട്ട് ഞങ്ങളുടെ ഓപ്പൺ ബ്രാക്കറ്റും അതുപോലെ ക്ലോസ് ബ്രാക്കറ്റും യൂസ് ചെയ്യണം. ഇത് കണ്ടില്ലേ, കൂടുന്ന കുറയുന്ന കണ്ടോ ബ്രഷിൻ്റെ സൈസ്. അപ്പോൾ അതിനെ കറക്റ്റാക്കി വെച്ചിട്ട് ഞാൻ ഈ സ്പോട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഈ സ്പോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ മാർക്ക് റിമൂവ് ആയത് കണ്ടില്ലേ. അതുപോലെ എവിടെയാണോ ഇങ്ങനത്തെ മാർക്സ് വരുന്നത് അവിടെ എല്ലാം ജസ്റ്റ് ഒന്ന് ഒറ്റ ക്ലിക്ക് മതി, വേറെ ഒന്നും വേണ്ട. ഒറ്റ ക്ലിക്ക് മാത്രം ചെയ്തു പോവാം. അപ്പോൾ ഈ മാർക്സ് എല്ലാം റിമൂവ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ ബ്ലാക്ക് സ്പോട്ട് വരുന്നില്ലേ. ഇവിടെ എവിടെയൊക്കെയാണോ നമുക്ക് ക്ലിയർ ആക്കി എടുക്കേണ്ടത് അവിടെ മാത്രം ജസ്റ്റ് ഒറ്റ ക്ലിക്ക് മാത്രം ചെയ്തു പോവാം. ഇപ്പോൾ ഈ ഇമേജ് നോക്കിയേ, മുഖത്തുള്ള പാടുകൾ കംപ്ലീറ്റ് റിമൂവ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അടുത്ത ടൂളാണ് ഹീലിംഗ് ബ്രഷ് ടൂൾ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു മാറ്റമേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ഒറ്റ ക്ലിക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിലങ്ങനെയല്ല, നമ്മളൊരു ഏരിയ പിക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കീബോർഡിലെ സൂം ചെയ്തിട്ടുണ്ട്. കീബോർഡിലെ Alt ഹോൾഡ് ചെയ്തിട്ട് ടൂൾ ആദ്യം സെലക്ട് ചെയ്യുക. Alt ഹോൾഡ് ചെയ്തിട്ട് നമ്മളുടെ ഏരിയനെ പിക്ക് ചെയ്യണം. ഓക്കെ, പിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു പോവുക. എവിടെയാണോ നമുക്ക് മാച്ച് കളയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരച്ചു പോവുക. കണ്ടോ, ആ ഒരു ഏരിയ മാഞ്ഞു പോകുന്നുണ്ടല്ലേ. ഓക്കെ, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് മെമ്മറിയിൽ ക്യാച്ച് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് വരച്ചു പോവുക. കണ്ടോ, വരച്ചു പോവുക. കണ്ടില്ലേ, ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഇപ്പോൾ റിമൂവ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോ ലൈൻസും. അപ്പോൾ അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഏരിയ പിക്ക് ചെയ്തതിന് ശേഷം Alt ഹോൾഡ് ചെയ്തിട്ട് ആ ഒരു ഏരിയ നമ്മൾ പിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ വരച്ചു പോവുക. കണ്ടില്ലേ, ഇതിനോട് പുറത്ത് കുറച്ചും കൂടെ അങ്ങോട്ട് നീങ്ങിയതിന് ശേഷം ഇവിടെ വെച്ച് പിക്ക് ചെയ്തു. ഓക്കെ, വരച്ചു. ചില ഏരിയ എത്തുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് എല്ലാം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അൺഡു ചെയ്തതിന് ശേഷം തിരിച്ചു പോരുക കേട്ടോ. വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് വെച്ച് അവിടെ വെച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ അടുത്താണ് പാച്ച് ടൂൾ. ഇവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ എയറോപ്ലെയിനിൻ്റെ പിക്ചർ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ മേൽഭാഗത്ത് ശ്രദ്ധിക്കുക. ഇവിടെ സോഴ്സ്, ഡെസ്റ്റിനേഷൻ, ഇവിടെ 2 ടിക്ക് ചെയ്യാനുള്ള ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ സോഴ്സാണ് ഇവിടെ സെലക്ഷൻ കിടക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കുക. ഓക്കെ, ആ പ്ലെയിൻ്റെ പിക്ചർ ഇപ്പോൾ റിമൂവ് ആയിട്ടുണ്ട് ഇവിടുന്ന്. ഇനി ഞാൻ അൺഡു ചെയ്യാണ്. Ctrl+Z അടിച്ചിട്ട് അൺഡു ചെയ്തു. ഇനി ഇവിടെ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം
ഒന്നും കൂടെ നമുക്ക് ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. അപ്പം എന്താ സംഭവിക്കണം നോക്കാം. അപ്പോൾ ഇത് നോക്കിയേ, അപ്പം അതിൻ്റെ കോപ്പിയാണ് വന്നിട്ടുള്ളത്. കൺട്രോൾ ഡി അടിച്ചിട്ട് അതിനെ ഡീസെലക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കോപ്പി വന്നിട്ടുണ്ട്. കോപ്പി വന്നിട്ടുള്ളത് ഈ ഒരു കളർ ടോണിലല്ല വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിനോട് മെർജ് ആയിട്ടുള്ള ഒരു കളറിലാണ് ഈ കോപ്പി വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പാച്ച് ടൂൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ വാട്ടർമാർക്കും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാച്ച് ടൂൾ യൂസ് ചെയ്യാം. അപ്പോൾ അടുത്ത ടൂളാണ് കണ്ടന്റ് അവെയർ മൂവ് ടൂൾ. ജെ ആണ് ഷോർട്ട് കട്ട്. സെലക്ട് ചെയ്തു. ഞാൻ ഇവിടെ പിക്ചർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും ഞാൻ ഒന്ന് വരച്ചു കൊടുക്കണം. ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ ചുറ്റും ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ. അതിനുശേഷം ഇവിടെ 2 മോഡുകളുണ്ട്. മോഡ്, അപ്പോൾ അതിൽ മൂവ് ഉണ്ട്, എക്സ്റ്റെൻഡ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്, മൂവ്. ഇനി ഞാൻ ഈ പിക്ചറിനെ ഇവിടെ നിന്ന് നീക്കി വെക്കുകയാണ്. ഓക്കെ, നീക്കി വെച്ചിട്ടുണ്ട്. ശേഷം ഇവിടെ ഡ്രോപ്പ് ചെയ്തു. എന്താ സംഭവിക്കണമെന്ന് നോക്കുക. ഇവിടുന്ന് ആ പിക്ചർ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിട്ട് ഇപ്പുറത്ത് പ്ലേസ് ആയിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ പിക്ചർ ഇവിടുന്ന് പോയ സ്ഥലത്ത് ഓട്ടോമാറ്റിക്കലി ഇത്ര ഏരിയ ഫില്ലായിട്ടുണ്ട്. ഇപ്പം ഈ കടലിൻ്റെ ഒരു ഭാഗവും അതുപോലെ തന്നെ ഈ മണലും ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഈ മൂവ് ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പുതിയൊരു പിക്ചർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ മോഡൊന്ന് മാറ്റിയിട്ടാണ്, മൂവിൽ നിന്ന് എക്സ്റ്റെൻഡിലേക്ക് മാറ്റിയിട്ടു. അതിനുശേഷം ഇനി പിക്ചറിന് ചുറ്റും ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ നീക്കി വെക്കുകയാണ്. ഓക്കെ. കൺട്രോൾ ഡി അടിച്ചതിൻ്റെ സെലക്ഷൻ ഒന്ന് കളയുന്നുണ്ട്. ഇതിപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്, ഇതിൻ്റെ കോപ്പി വരികയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ മൂവ് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ നീക്കി വെച്ചപ്പോൾ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിട്ട് വേറെ സ്ഥലത്ത് പ്ലേസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കോപ്പിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതാണ് ഈ മൂവും എക്സ്റ്റെൻഡും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ അടുത്ത ടൂളാണ് റെഡ് ഐ ടൂള്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ പലപ്പോഴും നമ്മളെ കണ്ണിൽ ഒരു റെഡ് മാർക്ക് കയറി വരാറുണ്ട്, റെഡ് കളർ കയറി വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടൂൾ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ടൂൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ജസ്റ്റ് ഒരു സ്ക്വയർ നമ്മൾ വരച്ചു കൊടുക്കണം. നോക്കിയേ, റെഡ് മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിട്ടുണ്ട്. എങ്ങാനും മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇത് ഫുള്ളായിട്ട് ഇപ്പം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വരച്ചു കൊടുത്തു. ഓക്കെ, ഇത് പോയിട്ടില്ല, ഒന്നുകൂടെ വരച്ചു കൊടുത്തു. ഇപ്പം നോക്കിയേ, ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഈ കണ്ണിലുള്ള റെഡ് മാർക്ക് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ റെഡ് ഐ ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.